ഹലോ നമസ്കാരം, അസ്സലാമലൈക്കും. ഇത്രയും കാലം ഞാൻ ഈ ദുബായിലൊക്കെ വന്നിട്ട് ഫോർമൽ മലയാളം സംസാരിച്ച് എൻ്റെ കോഴിക്കോട് ഭാഷ മറന്നു എന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ കോഴിക്കോട് സ്ലാങ്ങിലാണ്. അപ്പോൾ മൈക്കിൻ്റെ ഫുഡി വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അത് കാണുക മാത്രമല്ല, നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കണം. കാരണം എല്ലാവരുടെയും അടുക്കളയിലേക്ക് നല്ല ഫുഡ് അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം കാണുമ്പോൾ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ഞെക്കിക്കാളുണ്ട്. അല്ല ചങ്ങായി, ഒരു വിഷുവായിട്ട് എത്ര നേരമായി മനുഷ്യനോട് കാത്തിക്കണ്ട് വെയിലും കൊണ്ട്. നിങ്ങൾക്ക് അറിയില്ല ദുബായിലെ ട്രാഫിക്. ഞാൻ ഷാർജയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അത് കരാമേല് ഈ വിഷുവായിട്ട് ഞാൻ ആ രാവിലെ തന്നെ കണ്ട് നമ്മളൊരു കൂട്ടുകാരനെ വീട്ടിൽ പോയിട്ട് ചോല് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ഹോട്ടൽ ഫുഡ് വേണ്ട, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജെല്ല പറഞ്ഞ ഒരു നല്ല അടിപൊളി. എന്റെ കൂടെ നല്ലൊരു സുഹൃത്താണ്. അവർ നമ്മൾ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്ന പരിചയമാണ്. അത് പറഞ്ഞിട്ട് കാര്യം പെട്ടെന്ന് അവരുടെ പുറയോടെ ഫാമിലി സൗമ്യ എന്നാണ് പേര്. അവര് പിന്നെ തങ്കം ചേച്ചി എന്നാണ് അവരുടെ അമ്മയുടെ പേര്. അവർ നല്ലൊരു കുക്കാണ്. നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പല പല പരിചയക്കാർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. അഗ്രഹാരം, നമ്മൾ പാലക്കാട്ട് അഗ്രഹാരം ഒക്കെ പറയില്ലേ, അവിടെയുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ സദ്യയും സ്പെഷ്യൽ എന്താ പറയാ ആൾക്കാരുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത്. ഞാൻ വരൂന്ന് പറയല്ലോ, പറഞ്ഞില്ലേ? അപ്പൊ അനൂപ് പറഞ്ഞ തങ്കചേച്ചി ഇതാണ്. ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ തങ്കചേച്ചി എന്ന് പരിചയപ്പെടുത്തിക്കണം. ഓക്കെ. മൂത്ത മോള് സൗമ്യ രാമസുബ്രഹ്മണ്യൻ, മോന് തീക്ഷത്, രണ്ടാമത്തെ മോള് സപ്ന രാമസുബ്രഹ്മണ്യൻ. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുന്നു. അപ്പൊ എല്ലാവരും പരിചയപ്പെടുത്തില്ല, സന്തോഷം. അപ്പോൾ എൻ്റെ പേര് നിസാം എന്നാണ്, എൻ്റെ നാട് കോഴിക്കോടാണ്. അപ്പൊ എല്ലാവർക്കും കോഴിക്കോടൻ ഹലോ പോലുള്ള ഒരു മധുര നമസ്കാരം. അപ്പോൾ ഞാൻ ചേച്ചിയെ കുറിച്ച് അറിഞ്ഞത് കുറേ വെറൈറ്റികളൊക്കെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ വന്ന പാട് സദ്യ കഴിക്കാന്നുള്ള ഉദ്ദേശത്തില് രാവിലെ തന്നെ ഒന്നും തിന്നിട്ടില്ല, കാല് വേറാക്കി വന്നതേ. പക്ഷെ സദ്യ മാത്രമല്ലല്ലോ പറഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണോട് കാണിക്കില്ല, അപ്പോഴുള്ള വീഡിയോ പൂർത്തിയാവുള്ളൂ. അപ്പൊ ഇനിയിപ്പോ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വേഗം തീരുമാനാക്കാം. നമുക്കിപ്പോ വെജിറ്റബിൾ കട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ട് ഇനി അരിയൊക്കെ വന്നിട്ട് വേണം സദ്യ കഴിക്കാൻ. അത് വേണം. പിന്നെ നമുക്ക് തുടങ്ങാം ഫാസ്റ്റ് ആയിട്ട് തുടങ്ങാം. ചേച്ചി എന്തായാലും കുറെ കൂട്ടുകാരൊക്കെ വേണല്ലോ. അപ്പൊ എന്താണ് ആദ്യം ഉണ്ടാക്കാൻ പോണത്? അത് നമുക്ക് സാമ്പാർ റെഡിയാക്കാം. സാമ്പാറാണല്ലോ ഒഴിക്കേണ്ടത്. സാമ്പാറിന് ആദ്യം വറക്കണ്ടേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. സദ്യ പറഞ്ഞല്ലോ, രാവിലെ കാലി വേറിട്ട് വന്ന തന്നെ സദ്യ കഴിക്കാം. അപ്പൊ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടോ, ഇഷ്ടംപോലെ കഷ്ണം ഉണ്ടായിക്കോട്ടെ. അപ്പൊ അടുപ്പ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഓക്കെ, അടുപ്പ് കത്തിച്ചു നമ്മള് എണ്ണ ഒഴിക്കുക വറക്കാനുള്ളത്. നമുക്ക് വറക്കാനേ മല്ലി, മുളക്, ഉലുവ, കായം, ആദ്യം അത് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടെ ഇട്ട് വറക്കും. അതെ, വറുത്തരച്ചുണ്ടാക്കുന്നത്. കടുസാരം അങ്ങനെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അതെ, കരിവേപ്പില ഇഷ്ടംപോലെ ഇടാം കേട്ടോ. കരിവേപ്പില നാട്ടിലെ കരിവേപ്പില നമുക്ക് ഇതിന്റെ കൂടെ തേങ്ങയും കൂടെ കുറച്ച് വറക്കാം. ഞാൻ എന്നാ പിന്നെ തേങ്ങ ഒരു തെങ്ങ് പോലും കിട്ടില്ല. കുറച്ച് മതി, ഒരുപാട് തേങ്ങ മതി. ഇത് ഒരുവിധം നന്നായിട്ട് വറക്കുക. ഞാൻ ഇനി സദ്യ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ചെറിയ പണികൾ അതേപോലെ ക്ലോസ് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും പണികളൊക്കെ എടുത്ത് പറഞ്ഞാൽ മതി. അസിസ്റ്റന്റ് ആയിട്ട് കുട്ടികളെ മല്ലിയും തേങ്ങയും ഇട്ട് മല്ലി, മുളക്, ഉലുവ, കായം എല്ലാം ഇട്ടിട്ട് വറക്കുക. എന്നിട്ട് ഇത് അരച്ച് വെക്കുക. അരച്ച് നമുക്ക് മാറ്റാം. അരക്കാനായിട്ടുള്ളത് അല്ല, കുറച്ചുകൂടി കളർ വരണം. ഞാനിത് ഇടക്കിടക്ക് ചോദിക്കുന്നത് അഥവാ കണ്ടുപഠിക്കാൻ പറ്റുന്നുള്ളൊരു ആഗ്രഹം ഉണ്ടോ? ഈസിയാ, പഠിച്ചു കഴിഞ്ഞാൽ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഈസിയാ. ജസ്റ്റ് ചൂടായാൽ മതി. മറ്റേ മല്ലി മുളകും നമ്മൾ വറുത്ത് കഴിഞ്ഞല്ലോ, തേങ്ങ ഒരു ജസ്റ്റ് ചൂടായാൽ മതി. അപ്പം നമ്മൾ ഇത്
ഗ്രൈൻഡറിലേക്ക് മാറ്റാം, മിക്സിയിലേക്ക് മാറ്റാം. മിക്സിയിലിട്ട് അത് അരച്ചെടുത്ത് വെച്ചാൽ മതി. കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പ് പോലെ ആക്കണം അല്ലേ? അതെ അതെ, നല്ലോണം അരച്ചെടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പുളി കലക്കി ഒഴിച്ച വെള്ളത്തിൽ സാമ്പാറിനുള്ള വെജിറ്റബിള് വേവിക്കുക. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് പുളി ഒഴിക്കാം. പുളി 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 കാപ്പിയോ പുളി ഒഴിക്കട്ടെ? തീർച്ചയായിട്ടും. അതിൽ നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർക്കാം. ഓക്കെ. ഉപ്പൊക്കെ ഇടുമ്പോഴാണ് ഭയങ്കര പേടി. ഞാൻ ഇവിടെ എന്നിട്ട് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലല്ല, സ്വന്തം വീട് പോലെ കരുതിയാൽ മതി കേട്ടോ. ഞാന് മഞ്ഞൾപ്പൊടി. ഓക്കെ, നമുക്ക് വെജിറ്റബിൾ ഇടാം. ഓക്കെ, ഇതെല്ലാം കിടന്ന് വേഗണം ഇത്. ഓക്കെ, പുളിവെള്ളത്തിൽ കിടന്ന് വേഗം. സാധാരണ നാട്ടിൽ നിന്നും വന്നിട്ട് ഇവിടെ വന്നിട്ട് വിഷയമായിട്ട് എന്താണ് ഒരു വ്യത്യാസം ഉള്ളത്? വിഷു കൂടുതൽ ഇവിടെ, എല്ലാ ഫംഗ്ഷനും ഇവിടെയാണ് കൂടുതൽ. നമ്മള് പ്രവാസികളാണല്ലോ, കംപ്ലീറ്റ് ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത്. നമ്മൾ ഈ സംസാരിച്ചിറങ്ങിന്റെ ഇടയിൽ കൂടെ ഈ സലീം കുമാർ പറഞ്ഞ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ തറഞ്ഞിരിക്കും. അടുത്ത പരിപാടി എന്താണ്? അതിന് നമ്മള് പരിപ്പ് ചേർക്കണം. അതില് നല്ലോണം വേവിച്ചിട്ടുള്ള പരിപ്പ്. പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ടല്ലേ? നല്ലോണം വെന്തിട്ടുണ്ട്. അത് കുക്കറിൽ തന്നെ നല്ലോണം ഒരു 4 വിസിൽ വെച്ചിട്ട് വെന്തതാണ്. ഞാൻ ഈ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കണം എന്താ അറിയാം, ഞാൻ വന്ന പാട് സദ്യ ആഗ്രഹത്തിൽ വന്നതാണ്. അത് നടക്കുമോ? നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ വീഡിയോ എന്തെങ്കിലും കാണിക്കണല്ലോ. ഒരു 5 മിനിറ്റ് താഴ്ച കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്താൽ ഈ സാമ്പാറായി. ഓ, അത് ശരി. നമുക്ക് ഇനി താളിച്ചൊഴിക്കണം. താളിച്ചൊഴിച്ച് സാമ്പാറായി. സാമ്പാറായി റെഡി. അപ്പൊ ഒരു കറി സെറ്റാണ്. അതെ, അപ്പൊ നമുക്ക് താളിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. താളിപ്പിലാണ് സൗണ്ട് വരും. രണ്ട് മുളകും കരിവേപ്പിലയും എല്ലാം കൂടെ നല്ലോണം താളിച്ചിടുക. എന്നിട്ട് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുതരാം. അപ്പൊ നമ്മള് മൂടട്ടെ, ഞാൻ മണം സ്മെല്ല് വരുന്നുണ്ടോ? അതെ, അങ്ങനെ സാമ്പാർ റെഡിയായി. അതെ, ഞാൻ അടുത്തത് എന്താന്നുള്ളത് നോക്കിയാൽ മതി. അടുത്തത് നമുക്ക് അവിയൽ ഉണ്ടാക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ, വിശന്നിട്ട് പോയി. അപ്പൊ സാമ്പാർ കഴിഞ്ഞ് അടുത്ത എന്താണ്? നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അവിയല്. ഓക്കെ, ഓക്കെ, കുക്കറിലുണ്ടാക്കാം. പെട്ടെന്ന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കാരണം. ഓക്കെ, അവിയലിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇടാം. ഞാനൊക്കെ അവിയല് മാത്രം ഇരുന്ന് കഴിക്കും. അതെ, നല്ലതാണ്. സാധാരണ തടിയന്മാർ ഭയങ്കര ഈ ചിക്കനും മട്ടനും ബീഫൊക്കെ തിന്ന് അങ്ങനല്ലേ? ഞാൻ പക്ഷെ നന്നായിട്ട് പച്ചക്കറി കഴിക്കും, കൂടെ ബീഫും ചിക്കനൊക്കെ അതും കഴിക്കും. പച്ചക്കറി നല്ലതാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് അനൂപിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ മറ്റേ വിഷു സദ്യ അടങ്ങാറാവുന്നു, അല്ല വീണ്ടും ഹോട്ടലിൽ നിന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അത് മാറ്റമൊന്നുമില്ല. ഇതും ഈ പറഞ്ഞാല് ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണ കാണുന്നത്. മഞ്ഞപ്പൊടി. ഓക്കെ, എല്ലാരും മഞ്ഞപ്പൊടി ഇല്ലാണ്ടും ചെയ്യും കേട്ടോ. ഞങ്ങള് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. ഉപ്പ് ഇതൊക്കെ ഒരു കണക്കല്ലേ? ഏറ് പഠിച്ചു കിട്ടിയാലാണ് ഷെഫ് ആവാൻ പറ്റുക. ഇനി എന്താണ്, കുക്കറിലായത് കാരണം നമ്മൾ ഒരുപാട് വെള്ളം, ഇത് നമ്മൾ കുറച്ച് കട്ടിയായിട്ടുള്ള അവിയലാണ് വെക്കുന്നത്, സദ്യക്ക് വെക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതെ അതെ, മതി. 2 സ്റ്റീമിന് വെക്കാം. അതിനുള്ളിൽ നമുക്ക് അരപ്പിനുള്ളത് ശരിയാക്കാം, എടുത്തു വെക്കാം. എന്തൊക്കെയാ വേണ്ടേ? തേങ്ങ, പച്ചമുളക്, ജീരകം. ഒരുപാട് ഇടതില്ല, ചെറുതായിട്ട്. ഇത് നമുക്ക്
അരക്കൊന്നും വേണ്ട, ജസ്റ്റ് തോരനൊക്കെ ചായച്ചെടുക്കില്ലേ, അമ്മിക്കല്ലിൽ വെച്ച് അരച്ച അതുപോലെ എടുത്താൽ മതി, ചതച്ചെടുത്താൽ മതി. നമുക്കിത് ഓപ്പൺ ചെയ്യാം. കറക്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ്? അരപ്പ്. അതെ, കുറച്ച് തേങ്ങ കൂടുതലായിട്ടുള്ളത് വേണ്ടതാണ് ഇതിന്. അവിയലല്ലേ? എല്ലാത്തിനും പിടിച്ചു നിൽക്കണല്ലോ. അതെ. കുറച്ച് തൈര്, ചെറിയ സ്പൂൺ ആയത് കാരണം ഒരു 3 സ്പൂണ്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ അതെ, വലുത് 2. അതെ. ഇനി കുറച്ച് കരിവേപ്പില നല്ലോണം നന്നായിട്ട് കീറിയിടുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. ഞാൻ സാധാരണ വെളിച്ചെണ്ണ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അവിയലിന് വെളിച്ചെണ്ണ വേണം. അപ്പൊ നമ്മള് സാമ്പാറും ഉണ്ടാക്കി, അവിയലുണ്ടാക്കി. അവിയൽ കഴിഞ്ഞു, പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ വിളമ്പാൻ നേരത്ത് തുറന്നാ മതി അല്ലേ? മണം അങ്ങോട്ട് പോകേണ്ടത് കൂട്ടിച്ചു. അപ്പൊ ഇനിയിപ്പോ പായസത്തിനൊക്കെയുള്ള പരിപാടിയാണ്. അതിലിടക്ക് ഒരു കാര്യം നിങ്ങളോട്, നമുക്ക് ഈ സദ്യക്കുള്ള എല്ലാ കറികളും കൂടെ കുക്ക് ചെയ്ത് കാണിക്കാനുള്ള സമയം ഉണ്ടാവില്ല, നിങ്ങളിട്ട് കാണൂല്ല. അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് ഇനി പായസം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സദ്യ കഴിക്കാം അല്ലേ? പിന്നെ പായസത്തിന് പണി കൂടെ. എന്ത് പായസം ഉണ്ടാക്കണേ? അടപ്രഥമൻ. ഓ, ഞാനാണ് ഉണ്ടാക്കുന്നത്. ആഹാ, അടപ്രഥമനല്ലേ? പപ്പടവും പഴമൊക്കെ കുഴച്ചിട്ട് പിടിക്കുന്നത് അല്ലേ? അടിപൊളി. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നാ ഞാൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ കുറച്ച് നെയ്യ് ഒഴിക്കുക അതിലേക്ക്. ഇതെന്തിനു നെയ്യ് ഒഴിക്കുന്നേ? സ്റ്റീൽ പാത്രമല്ലേ, അടിയിൽ പിടിക്കാണ്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു. അടുപ്പ് കത്തിക്കാം. ഇതല്ലേ? മതി മതി. അങ്ങനെ ഞാനാണ് പായസം ഉണ്ടാക്കുന്നത്. നിസാമിന്റെ പായസം. എനിക്ക് കുക്കിംഗ് അറിയില്ലാന്ന് പറയണ്ട, ഇത് മുഴുവൻ ഇട്ടോട്ടെ. കറക്റ്റ് പറഞ്ഞു തരണേ. എല്ലാം പൊളിച്ചു. അടപ്രഥമൻ, കുക്കിംഗ് ഫ്രം നിസാം കാലിക്കറ്റ്, മൈക്ക് ഫുഡി. ശർക്കര ഉരുക്കി വെച്ചതാട്ടോ. അപ്പൊ ഇതിൽ പഞ്ചസാരന്റെ കണ്ടന്റ് ഇല്ല? പഞ്ചസാര ഇല്ല. ഇനി എന്താണ്? ഇനി സാബുദാന. ഇതല്ലേ? ചൊവ്വരി, നമ്മുടെ നാട്ടിൽ ചൊവ്വരി എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിൽ ഇതിന് സാവുനരി എന്ന് പറയും. ഈ നേരത്തെ പഴത്തിന്റെ കൂടെ ഒക്കെ സെറ്റ് ആക്കും. സാബുനര, നമ്മളെ സാവുനരി. ഇത് മുഴുവൻ ഇതിലേക്ക് തട്ടിയതിന് ശേഷം പാത്രം മാറ്റി വെക്കുക. നല്ലോണം ആ ശർക്കരയുടെ പാനിൽ കിടന്നിട്ട് ഒന്ന് വറ്റണം. അതൊന്ന് കുറുകണം അല്ലേ? കുറുകണം. അത് കഴിഞ്ഞ് രണ്ടാം പാല്. രണ്ടാം പാലാണ് ആദ്യം ഒഴിക്കുന്നത്. ഇതാണ് രണ്ടാം പാല്. അല്ല, ഞാൻ എടുത്തത് കാരണം എനിക്കറിയാം. ഫസ്റ്റ് എടുത്തത്, സെക്കൻഡ് എടുത്തത്. പാത്രം വരെ പൊളിഞ്ഞല്ലേ? അതിലാട്ടോ ഒഴിക്കില്ലേ? തിരക്കൊഴിക്കണ്ട, ഒന്നും ആയിക്കോട്ടെ. നല്ലോണം ഒന്ന് പറ്റട്ടെ. അപ്പൊ അടപ്രഥമന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത പരിപാടി എന്താണ്? രണ്ടാം പാല്. അല്ല, ഈ ഒന്നാം പാല് രണ്ടാം പാല് നടന്ന് തിരിച്ചറിയണ്ടേ? രണ്ടാം പാല് രണ്ടാമത് എടുക്കുന്നത്. രണ്ടാം പാല് അറിയാൻ പറ്റും. ഞാനല്ലേ ചോദിച്ചു. അടപ്രഥമനിലേക്കുള്ള രണ്ടാം പാല് ഒഴിക്കാൻ വേണ്ടി പോവാണ്. സദ്യന്റെ വ്ളോഗ് ചെയ്യണത് ഭയങ്കര ക്ഷമയോട് കൂടി ചെയ്യണം. മറ്റേ നമ്മളൊരു ഐറ്റം ഉണ്ടാക്കി അപ്പൊ തന്നെ തിന്നാലോ. ഇതിപ്പോ എല്ലാം സെറ്റായി സദ്യ ആക്കി വിളമ്പി തരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് നോക്കാൻ നാക്ക് ശരിയാവില്ല.
ചൂടോടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണേ, എന്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടമുള്ള ഭക്ഷണം കാണുമ്പോൾ വായിൽ വെള്ളം ഊറും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും, എനിക്ക് വായിൽ നല്ല വെള്ളം ഊറുന്നുണ്ട്. ഉണ്ടല്ലേ. ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ എടുക്കട്ടെ ഒന്നാം പാൽ എടുത്തു മാഡം? ഒന്നാം പാൽ എടുക്കട്ടെ. ഒന്നാം പാൽ എടുത്തോ. ഇതാണ് ഒന്നാം പാൽ. ഇതെല്ലാം എനിക്ക് പുതിയ അറിവ് കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചാൽ തിളയ്ക്കാൻ പാടില്ല. ഒഴിച്ചോട്ടെ. ഒന്നാം പാൽ എന്ന് പറയുന്നത് കുറച്ച് കട്ടി ഉണ്ടാവും. വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നതാണ്. പായസം റെഡിയായി. ഇനി ഏലക്ക കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് കറക്റ്റ് ആയിട്ട് വരും. നിസാമിന്റെ പായസം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. കാഷ്നട്ട് അത് നെയ്യുള്ള കാരണം അത് കുറച്ചതാണ്. എല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ട് കുറെ കഴിക്കാറുണ്ട്. ഇപ്പൊ ഓരോന്നോരോന്ന് കിട്ടുള്ളൂ. പായസം റെഡി. അടപ്രഥമൻ ഗംഭീരായിട്ട് ഇവിടെ സെറ്റായി. എല്ലാ കൂട്ടുകറികളും നമ്മൾ റെഡിയാക്കിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം കൂടെ കാണിക്കാനുള്ള സമയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാനും നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് മെയിൻ സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. നേരെ സദ്യയിലേക്കുള്ള പോക്ക്. അപ്പോൾ സദ്യ കഴിക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അങ്ങനെ സദ്യ വട്ടങ്ങളൊക്കെ റെഡി ആയിക്കണ്. ഞാൻ സദ്യ തിന്നാൻ പോവാം. നിങ്ങളും സദ്യ ഉണ്ടാക്കി തിന്ന വിഷുവിന് കേട്ടാ. ഇനി ഇത് തിന്നിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചേച്ചി, ചോറ് ഞാൻ കൂടുതൽ തിന്നാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ ചെറിയ ഇല ഇട്ടത്? ഇലയിൽ എന്ത് കാര്യം, കഴിക്കുന്നില്ലേ? ഇതെന്തൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. പരിപ്പും നെയ്യും കൂട്ടി കഴിക്കണം. ഇവിടെയാണ് ഇഷ്ടമാണോ പരിപ്പ് കൂട്ടി? പിന്നെ അത്ര മതി, കുറെ ആറ്റുകൾ അടിക്കാനുള്ളതാണ്. അപ്പം സദ്യ കഴിക്കുമ്പോ ആദ്യം നമ്മൾ പരിപ്പും നെയ്യും കൂട്ടിട്ടാണ് ഒരു സൈഡാക്കുന്നത്. നെയ്യ് മതി. ഒരു സൈഡ് പിടിച്ചിട്ട്, കാരണം എന്താ വെച്ചാൽ എല്ലാ കറികളും ഒരു പിടി തന്നിട്ട് അവർ പറയാം. ഉപ്പ് വേണമെങ്കിൽ എല്ലാ കറിക്കും ഓരോ ടേസ്റ്റ് ആയതുകൊണ്ട് കുറേശ്ശെ ചോറ് കൂട്ടി ഇങ്ങനെ അടിക്കണം. അപ്പൊ പരിപ്പും നെയ്യും പരിപ്പും നെയ്യും കഴിഞ്ഞ് കഷ്ണൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അത്രയും മതി. അതിനകത്തുള്ള ചോറില്ല, അതുകൊണ്ട് സാമ്പാർ തീരുമ്പോ ഞാൻ പറയാം. പപ്പടം അധികം എടുക്കില്ല, പായസത്തിന് കൂടെ പിടിക്കാനുള്ള. കുറച്ച്, വളരെ കുറച്ച് കുറച്ച് വെച്ചാൽ മതി. പഠിച്ചവനാണ് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ടേസ്റ്റുള്ളൊരു സദ്യ ഞാൻ കഴിച്ചിട്ടില്ല. ഒരു ഹോട്ടലിൽ നിന്നിട്ടില്ല. കുറച്ച് മതി. മതി. എന്തോ ഒന്ന് പെൻഡിങ് ഉണ്ടല്ലോ, മോരല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകറികളും കഴിഞ്ഞ് ഇനി അവസാനം മോര് കറി ഒഴിച്ചിട്ട് ചെറിയ പൊടി കൂടെ അടിക്കണ്ടേ.
മതി. പായസത്തിൽ ചെറിയ ഗ്യാപ്പ് ഇട്ടതാ. കുറച്ചുകൂടെ ആവാം. അങ്ങനെ സദ്യ കഴിഞ്ഞ്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് അടപ്രഥമനും കൂടെ ഒന്ന് കുടിച്ചാലേ സമാധാനമാവും. ചേച്ചി, തങ്ക ചേച്ചി, പായസം. അപ്പോൾ അടപ്രഥമൻ വിളമ്പാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ എനിക്ക് ഇത്രയും നല്ലൊരു ഭക്ഷണം തന്ന് എൻ്റെ വയറ് നിറച്ച് മനസ്സ് നിറച്ച് ആ ഫാമിലിനെ ഞാൻ എല്ലാവരും ഞങ്ങൾക്ക് ഒന്നും കൂടെ കാണാനും പരിചയപ്പെടാനും വേണ്ടി വിളിക്കുകയാണ്. തങ്ക ചേച്ചി, എല്ലാവരും വിളിക്കും. എന്തൊക്കെയാണ് പേര്? തീഷ്ണ, സപ്ന, സൗമ്യ, ഡാഡി, എല്ലാവരും. തങ്ക ചേച്ചി ഇത്രയും നേരം എന്നെ മാത്രം തീറ്റിച്ചിട്ട് ഇത്രയും നേരം ഫുഡിന് മുമ്പിൽ നോക്കി നിർത്തിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആരും അങ്ങനെ പിന്നെ വായിൽ വെള്ളമിട്ട് എന്നെ പ്രാകരുത്, വീട്ടിൽ പോകാനുള്ളതാണ്. അപ്പോൾ അടപ്രഥമൻ ഇലയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു വലിയ സന്തോഷം, വലിയ താങ്ക്സ്. മനസ്സും വയറും നിറച്ചതിന്. ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. നമ്മൾ തടഞ്ഞവിടെ വെക്കുക, പഴം കൊണ്ട് ഉടച്ചു. ഇതിങ്ങനെ പൊടിച്ചിട്ട് ഒരു 3-4 കഷ്ണം ഇതിലേക്ക് ഇടണം. ഇങ്ങനെ പൊടിച്ചു വെച്ചതിന് ശേഷം ഈ പഴം, ശരിക്കും 2 പഴമാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചാൽ ഒരു പഴം ദഹനത്തിന് കൊടുക്കണം, അല്ലേ? ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് അതിന് ഇത്തിരി ക്ഷമ വേണം. അതിൻ്റെ ഇടയ്ക്ക് പായസം പുറത്തേക്ക് പോകാതെ നോക്കണം. അറിയാൻ മേലാത്തവര് നോക്കിക്കൊള്ളുക എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പായസം എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇനി പോവില്ല എന്ന് പറയുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ച് ശീലമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ തന്നെ കഴിച്ചിട്ടൊന്ന് ശീലിച്ചു നോക്കണം. ഇത്രയും ടേസ്റ്റോട് കൂടി ഒരു സദ്യ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കുറച്ചുകൂടെ പൊക്കിക്കോ. ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി. ഒരു സെക്കൻഡ്.